ഹലോ, നാജിനോഷിയാണ്. നമ്മൾ ഓളിപ്പം കസക്കിസ്ഥാനിലാണ് ഉള്ളത്. ഇവിടെ തണുപ്പ് തുടങ്ങി, അവിടെ ഞാൻ ജാക്കറ്റിൽ എടുത്ത് ഇട്ടാ. നമ്മളെ കസക്കിസ്ഥാൻ നമ്മൾ 19th കൺട്രിയാണ്, 19 രാജ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കവർ ചെയ്തത് GCC, മിഡിൽ ഈസ്റ്റും ഏഷ്യയും യൂറേഷ്യയും. ഇപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ ഏറ്റവും മുന്നിലെ രാജ്യത്തായ കസക്കിസ്ഥാനിലുള്ളത്. അപ്പോൾ എൻ്റെ വണ്ടിന് കുറച്ച് ഗിയർ എൻ്റെ വണ്ടിയിൽ കുറച്ച് മോഡിഫൈ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം UN ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും എംവിഡിൻ്റെ ഫൈൻ കിട്ടുമെന്ന് അറിയില്ല. കബയിലുള്ള ദുബായിലുള്ള ഈ കാണുന്ന ബമ്പർ ഞാൻ മാറ്റി ദുബായിലുള്ള ആർക്കി കസ്റ്റം എന്നാണ്. ആർക്കി കസ്റ്റം പിന്നെ ബിബിൻ മലയാളിയാണ്, ഒരു ഇടുക്കിക്കാരനാണ്. മൂപ്പരാണിത് ഫുൾ സെറ്റാക്കി തന്നെ. ഫസ്റ്റ് നമ്മൾ ഈ 2022 ഒക്ടോബർ 10 ഈ വണ്ടിയാണ് ഇറക്കുന്നത്. ഇറക്കിയുമ്പോൾ പിന്നെ 5th ടൈം ആയതുകൊണ്ട് ഒരു പണി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാണ്ട് ഉള്ളിൽ മാത്രം ഫുൾ ബെഡും കാര്യങ്ങളും ഇട്ടിട്ട് ഒരു ടെൻറ്റും ഫിറ്റ് ചെയ്തത് നമ്മളോട് ഓടിപ്പോയത്. രണ്ടാമത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വണ്ടി കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ടയർ നമ്മൾ ഓൾ ടെറൈൻ ടയർ, റൈഡൻസിൻ്റെ ടയർ അബുദാബിയിൽ നിന്നാണ് മാറ്റിയത്. അത് ഇത്രയും കണക്കൊന്നും ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടും ടയർ അതുപോലെ തന്നെ ഉണ്ട്. പഞ്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഈ ടയർ കൊണ്ടാണ് സൗദിൻ്റെ എല്ലാ ഡെസേർട്ടിലും ഡ്യൂൺസിലും നമ്മൾ കുറേ ഡ്രൈവ് ചെയ്താൽ. അത് ഇൻസ്റ്റയിൽ കുറേ റീൽസ് ഉണ്ട്, വേണമെങ്കിൽ എടുത്ത് നോക്കാം. പിന്നെ രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ എൻ്റെ സസ്പെൻഷൻ കിറ്റാണ്. സസ്പെൻഷൻ ഞാൻ ഇട്ടത് ടഫ് ഡോഗിൻ്റെ ആണ്. അതോടെ പോയി ഇതാണ് ടഫ് ഡോഗിൻ്റെ സസ്പെൻഷൻ കിറ്റ്. അത് നമ്മൾ ക്യാമറ കൊണ്ട് താത്തി വെക്കണം, എന്നാലും കാണും. ഇതാണ് ടഫ് ഡോഗിൻ്റെ പിന്നെ സസ്പെൻഷൻ കിറ്റ്. ഇത് ഏകദേശം 1 ലക്ഷം രൂപ വരുന്ന സാധനമാണ്. ഇതവർ എനിക്കൊരു കൊളാബറേഷൻ ഇവിടെ തന്നെ കേട്ടോ. പിന്നെ ഈ കാണുന്ന ജെറിക്കാണ് നമ്മൾ UAE നിന്ന് വെച്ചാണ്. 20 ലിറ്ററാണ് ഈ ഒരു എണ്ണൻ്റെ. 20 ലിറ്റർ എണ്ണ ഇതിൽ കൊള്ളും. ഇത് പിന്നെ സൗദി അറേബ്യൻ റൂബിൽ കാലിൽ നിന്ന് കുറേ നമ്മൾ ഉപയോഗിച്ച സാധനം കേട്ടോ. ഇതാണ് ഈ ടെൻറ്റിൻ്റെ ഒരു ഒറിജിനൽ വ്യൂ എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങൾ ഞാൻ ചെയ്തത്. പിന്നെ നമ്മൾ കാര്യമായ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളിൽ ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്ട്രാ ബാറ്ററി ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അതിവിടെ ലൈറ്റ് ഇട്ടാൽ കാണിച്ചു തരാം. വീണ ലൈറ്റാണ്, സാധനങ്ങളാണ്. പിന്നെ ഈ കാണുന്ന ഓണിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ ലൈറ്റ് ഇല്ല, ഈ ലൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ വരുന്ന ക്യാമ്പിംഗ് ലൈറ്റാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ KL 78C1555 നമ്മൾ ഓൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കേരളത്തിലെത്തിയാൽ MVD ഫൈൻ എടുക്കാൻ എനിക്കറിയില്ല. പക്ഷേ ഒരു വേൾഡ് ട്രിപ്പ് പോകുന്ന വണ്ടിക്ക് ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെറും ഡ്രൈവിംഗ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ബാക്കിലത്തെ സീറ്റെല്ലാം നാട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആദ്യം നമ്മൾ വേറൊരു ബോർഡ് സെറ്റപ്പാണ് ചെയ്തത്. രണ്ടാമത് ആർക്കേയിൽ പോയ സമയത്ത് ഓനിത് ഫുള്ളും മെറ്റൽ എനിക്ക് വെച്ചത്. ഏകദേശം 10 ലക്ഷം രൂപയുടെ സാധനമാണ് ഇത് ഫിറ്റാക്കി തന്നെ. പിന്നെ ഈ കാണുന്ന ഇതില്ല, എന്താ പറയുക, കബോർഡ്, അതിൻ്റെ കൂടെ നമ്മൾ ഫുള്ള് കിച്ചണിൻ്റെ പാത്രങ്ങളെല്ലാം വെക്കൽ കേട്ടോ. അതെ, ഓരോ ബോർഡർ കടക്കുമ്പോൾ കസ്റ്റമർസാർ പിടിച്ച് വലിച്ച് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഇടങ്ങാറ്. പിന്നെ ചില ആൾക്കാർ അങ്ങനെ ഇടങ്ങാറക്കില്ല. പിന്നെ ഇത് വണ്ടിൻ്റെ ഫുള്ള് പാർട്സ് ഞാൻ കുറേ കൊല്ലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുവൈത്തിലൊരു ടീം തന്നെയാണ് ഈ കാണുന്ന ടെൻറ്റ്. ഈ ടെൻറ്റിന് നാട്ടിൽ ഏകദേശം 3-4 ലക്ഷം രൂപയുണ്ട്. ഇത് ആലോ ക്യാബിൻ്റെ ഒറിജിനൽ സാധനമാണ്. കാരണം ഈ മഹീന്ദ്ര താർ ഫുള്ള് പ്രൊട്ടക്റ്റഡാണ്. ഈ കാണുന്ന ഈ ബമ്പറിൻ്റെ ഈ കവർ, ഈ സാധനം ഉണ്ടല്ലോ, ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് വണ്ടി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും.